നവകേരള സർവേ തടഞ്ഞുകൊണ്ടുള്ള ഹൈക്കോടതി ഉത്തരവിൽ CPMനും സർക്കാരിനുമെതിരെ അതീവ ഗുരുതരമായ പരാമർശങ്ങൾ. സർക്കാർ ഉത്തരവ് വരുന്നതിന് മുമ്പേ പാർട്ടിക്ക് ഇതെങ്ങനെ അറിയാൻ കഴിഞ്ഞു എന്ന ചോദ്യമാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഉയർത്തിയിരിക്കുന്നത്. രാഷ്ട്രീയ ക്യാമ്പയിനുകളുടെ മറവിൽ സർക്കാർ ചിലവിൽ സർവേ പാടില്ലെന്ന് വ്യക്തമാക്കിയ കോടതി നവകേരള സിറ്റിസൺസ് റെസ്പോൺസ് പ്രോഗ്രാം റദ്ദാക്കി. സർക്കാരിൻ്റെ വികസനക്ഷേമ പ്രവർത്തനങ്ങളെക്കുറിച്ച് ജനങ്ങളിൽ നിന്ന് അഭിപ്രായം തേടാനായി മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച പദ്ധതിയാണ് കോടതി ഇപ്പോൾ തടഞ്ഞിരിക്കുന്നത്. സർക്കാർ ഉത്തരവ് പുറത്തിറങ്ങും മുമ്പേ CPM അണികൾക്ക് നിർദ്ദേശങ്ങൾ പോയത് കോടതിയെ ചൊടിപ്പിച്ചു. പാർട്ടിക്ക് ഈ വിവരങ്ങൾ എങ്ങനെ ലഭിച്ചു എന്നതിന് വിശ്വസനീയമായ വിശദീകരണം നൽകാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. വിഷയത്തിൽ CPM സംസ്ഥാന സെക്രട്ടറി നൽകിയ മറുപടി ആരോപണങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നതാണെന്നും ഇത് ഹർജിക്കാരുടെ വാദങ്ങൾക്ക് ബലം നൽകുന്നുവെന്നും ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് നിരീക്ഷിച്ചു. സാമ്പത്തിക നിയമങ്ങളുടെ ലംഘനമാണ് ഇവിടെ നടന്നതെന്നാണ് ഡിവിഷൻ ബെഞ്ചിന്റെ കണ്ടെത്തൽ. സർക്കാർ സംവിധാനം ഉപയോഗിച്ച് രാഷ്ട്രീയ പ്രചാരണം നടത്താനുള്ള നീക്കത്തിനാണ് കോടതി ഇപ്പോൾ തടയിട്ടിരിക്കുന്നത്. അതേസമയം കോടതി ഉത്തരവ് വന്നതിന് പിന്നാലെ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ രംഗത്തെത്തി. സർക്കാർ പണം ഉപയോഗിച്ച് CPM പ്രവർത്തകരെ കൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്താനാണ് സർക്കാർ ശ്രമിച്ചതെന്ന് അദ്ദേഹം ആരോപിച്ചു. വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ച് ആദിവാസി ഊരുകളിൽ ലഘുലേഖ വിതരണം ചെയ്യാൻ ശ്രമിച്ചത് നിയമവിരുദ്ധമാണെന്നും VD സതീശൻ കൂട്ടിച്ചേർത്തു.